3 വർഷം മുമ്പാണ് ഹുസൈനും കുടുംബവും കേരളത്തിലെത്തിയത്. അസാമിലെ നഗാവോമാണ് സ്വദേശം. കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ ഉപ്പ മരിച്ചു. അതോടെ രോഗിയായ ഉമ്മയ്ക്കും 2 ഇളയ സഹോദരങ്ങൾക്കും ഹുസൈൻ മാത്രമായി തുണ. ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും വീട്ടുചെലവുകൾക്കുമായി അവൻ പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് ചായയുമായി ഇറങ്ങി. വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. അങ്ങനെയാണ് സ്ഥലം എം.എൽ.എ. നജീബ് കാന്തപുരം വിഷയത്തിലിടപെടുന്നത്. കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്നതോടൊപ്പം മികച്ച താമസ സൗകര്യം തരപ്പെടുത്തുമെന്നും എം.എൽ.എയുടെ ഉറപ്പ്. കുട്ടി സംരംഭകം ചായ പിന്നെ വീട്ടില് ഇമ്മണ്ട് സുഖമില്ല ചെലവിന് പിന്നെ സ്കൂളിൽ വന്നിട്ട് ചായ കൊടുത്ത ചായപാത്രോടെ ഈ ചായപാത്രം ഓക്കെ ഇന്നത്തെ ആയിട്ടു 5 ആയിട്ടുള്ളൂ. രാത്രി 9:20 അല്ലെ? എപ്പോ വന്നാ 2 മണിക്ക് വന്നിട്ട് 5 ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ ചായ വാങ്ങുന്നില്ലേ? എന്താ തഫസുൽ ഹുസൈന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമെത്തിച്ച വീഡിയോ ആണത്. ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ചായ വിറ്റിട്ടും അന്നവൻ ആകെ വിറ്റത് 5 ചായ മാത്രമാണ്. 7 മണിക്കൂർ പിന്നിട്ടിട്ടും ബാക്കിയായ ചായയുമായി അന്നവൻ ആ നഗരത്തിൽ തങ്ങണമെങ്കിൽ അവന്റെ വിഷയം അത്രയേറെ പ്രാധാന്യമുള്ളതായിരിക്കണമല്ലോ. ഒന്ന്, അവൻ താമസിക്കുന്ന ആ വീട് ഒരു ചെറിയൊരു കുടിസ് മുറിയാണ്. അപ്പോൾ അവർക്ക് കിച്ചണോ വേറെ ഒന്നുമില്ല, ആകെ ഒരു മുറിയിൽ എല്ലാവരോടും താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മളൊരു ചെറിയ ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു അടുക്കളയും സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം, അവന് ഒരുപാട് വേറെ സാമ്പത്തിക സൗകര്യങ്ങളല്ല ആവശ്യമുള്ളത്. ഒന്ന്, അവന് നന്നായി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവനൊരു നല്ല ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്, ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സുണ്ട്. ഇതൊക്കെ വെക്കുമ്പോൾ അവന് താല്പര്യം ഉണ്ടെങ്കിൽ, അവനും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷനിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മിടുക്കനാണ് ഹുസൈൻ. 3 മാസം കൊണ്ട് മലയാളം പഠിച്ചു. ആസാമിലേക്ക് തിരികെ പോകണമെന്നില്ല. നന്നായി പഠിച്ച് കേരളത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹം. 3 മാസം നടന്നിരുന്നു. പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ നടന്നിട്ട് ഒരാളെയൊക്കെ കണ്ടു വന്നിട്ടൊരു വീഡിയോ എടുത്ത് വിട്ടു. അപ്പോൾ അതിന് ഇങ്ങനെ വരില്ലതാണ്. അപ്പോൾ ഇവിടുത്തെ നജീബ് കാക്കു പറഞ്ഞിട്ടുണ്ട്, ഇനി കച്ചവടത്തൊക്കെ ഒന്ന് പോകണ്ട, ഞാൻ ക്രെഡിറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞു.